പടങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നമില്ല ഈ പടത്തിൽ ഭാഗമാകാൻ പറ്റും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിലൊരു അനിയനെ പോലെ എല്ലാവരും സെറ്റിലെല്ലാവരും ഭയങ്കര ഇതാണ്. സെറ്റിൽ വർക്ക് ചെയ്ത് ഒരു 10-23 ദിവസം ഉണ്ടാക്കി. അത് പാചകക്കാരനായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ഹാപ്പിയാണ് പടത്തിൽ ചെയ്ത് എല്ലാവരും എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. മജൂക്ക എല്ലാവരും ശ്രീകോട്ട് ചേട്ടൻ, സന്നിധൻ ചേട്ടനായാലും പ്രൊഡക്ഷൻ ആർട്ട് എല്ലാവരും ഒരുപാട് ഇതാണ് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എൻ്റെ ജീവിതം ഏറ്റവും വലിയ സന്തോഷം. വലിയ വലിയ പടങ്ങളുടെ എനിക്ക് ഭാഗമാകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ എല്ലാവരും പോയി സിനിമ കാണാൻ അടിപൊളി അടിപൊളിയാവും. ഫാമിലിയായി വന്നിരുന്നത് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട്. കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ട്. കോമഡി ഞാൻ ആക്ച്വലി എല്ലാ മ്യൂസിക്കും സോങ്സും എല്ലാം വന്നിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നു. അപ്പോൾ ഭയങ്കര രസം. ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു. ഒരുപാട് എന്താ പറയുക, ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഭയങ്കര സന്തോഷമുള്ളൂ. ഇത് പറയുന്ന പോലെ കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക സിനിമ ഹിറ്റാകാന്നുള്ളതാണ്. ഇതിന് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരുപാട് ചിരിയുണ്ടായിരുന്നു. ഫുൾ ഓൺ ഹാപ്പിനെസ് ആയിരുന്നു. അതായത് സിനിമ അത്യന്തികമായിട്ട് ഇത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമയാണ്. അപ്പോൾ അതിലൊരു സിനിമ ഓൺ തന്നെ കോമഡി പറയുന്നുള്ളൂ. ഒരു കോമഡി ഡ്രാമയാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾ ഒരുപാട് ചിരിച്ചു. അതിലാ പ്രതീക്ഷ. കാര്യം ആളുകൾ എൻ്റർടൈൻഡ് ആയല്ലോ. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ മിസ് ചെയ്തിട്ടൊരു ജോണറാണ്. നമ്മളെ എന്നെയൊക്കെ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമകളാണ് പെരുവണ്ണാപുരം അല്ലെങ്കിൽ പൊന്മുട്ടൊടുന്ന താറാവാണ്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ഒരു സിനിമയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, ആളുകൾ സ്വീകരിക്കും, പിന്നീട് കൂടുതൽ ആളുകൾ വരും എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക. കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വരട്ടേന്ന് സിനിമ കണ്ടപ്പോൾ മൊത്തത്തിൽ എങ്ങനെ തോന്നി? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതിൻ്റെ പ്രീമിയറിൻ്റെ സമയത്താണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഓൾമോസ്റ്റ് മിക്കവരും സിനിമ ആദ്യം കാണുന്നത്. കാരണം ഇതിൻ്റെ പാച്ചിനും തമ്മിലൊക്കെ ആയിട്ട് കുറച്ച് കണ്ടതല്ലാതെ സിനിമ മുഴുവനായിട്ട് ഞങ്ങൾ ആരും അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പ്രീമിയർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മിനിങ്ങാന്നായിരുന്നു പ്രീമിയർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് സിനിമ വർക്ക് ആവും എന്നുള്ളൊരു വിശ്വാസം കണ്ടിറങ്ങിയ എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് മാത്രമായിരുന്നു പ്രീമിയറിന് തന്നെ തന്നിരുന്നത്. അത് സിനിമാ മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരു പോസിറ്റീവ് റിവ്യൂ തന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും ആളുകൾക്ക് ഇഷ്ടമാവുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസ്പോൺസും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. ഒരുപാട് പേര് കാണും, ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഏത് ജോണറുള്ള സിനിമയായിട്ട് കണക്കാക്കാം? ഏത് ജോണറുള്ള സിനിമയായിട്ട്? ഇതൊരു കോമഡി ജോണറാണ്. ഇതൊരു കംപ്ലീറ്റ് ഫിക്ഷനാണ്. ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊരു ഫിക്ഷണൽ വർക്കാണ് മൈച്ചേട്ടൻ്റെ. എവിടെയോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറേ ആളുകളുടെ കഥ. ഈ ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ്. ഇതിൽ വില്ലനോ അല്ലെങ്കിൽ ദുഷ്ടനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഓരോ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നല്ല സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് ചിരിക്കാനുള്ളൊരു മൂവിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിലാണ് പോണത്. സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുള്ള കഥയാണ്. വിനയ് ചേട്ടൻ്റെ അഭിനയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. വെറൈറ്റി